എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഓട്ടട ഉണ്ടാക്കിയാലോ? നമുക്കൊന്ന് ഓട്ടട ഉണ്ടാക്കി നോക്കാം. അതിന് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി എടുത്ത് തണ്ടിത്തെ അയവൽ ഞാൻ ഇളക്കി വെച്ചിരിക്കുകയാണ്. ഉപ്പും ഇട്ട് ഒരു അരമുറി തേങ്ങായും എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തിലോട്ട് ഒരു പഞ്ചസാരയുടെ തേങ്ങയൊക്കെയകത്തോട്ടിട്ട് വേണം. പഞ്ചസാര ഇട്ട് മധുരം വേണ്ടവർക്ക് മധുരം വെച്ച്, ശർക്കര വേണേൽ ശർക്കര വെച്ചുണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇച്ചിരി പഞ്ചസാര വെച്ചാണ് ഇതുണ്ടാക്കുന്നത്. അതിലോട്ട് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവെടുത്ത് വെള്ളത്തിൽ മുക്കി ഇങ്ങനെ പരത്തിയെടുക്കണം. തേങ്ങായും പഞ്ചസാരയും കൂടെ ഇളക്കി ഇങ്ങനെ വാരി വെക്കണം. ഇതെല്ലാം ഇത് നമുക്ക് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നൊരു പലഹാരമാണ്. വൈകിട്ടും നമുക്ക് വേണേൽ ചായയുടെ കൂടെ ഉണ്ടാക്കാം ഇത്. എന്നിട്ട് ഇത് കല്ലിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ എളുപ്പം ഇത് പണ്ടൊക്കെ ഇതിന് ഒറോട്ടി എന്ന് പറയും. ഇങ്ങനെ ചട്ടിക്കലത്തിലാണ് അങ്ങോട്ട് ഇതിട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പം ആരും ഇതങ്ങനെ ഉണ്ടാക്കി ഞാൻ കാണുന്നില്ല. പക്ഷെ പണ്ടൊക്കെ എനിക്ക് എൻ്റെ അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അമ്മയും അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കുന്ന ഒരു പഴയ തവയ്ക്കകത്ത് വെച്ചാണ്. തവ എങ്ങോട്ട് എത്തിച്ച് വെച്ചിട്ട് തവയ്ക്കകത്ത് വെച്ച് രണ്ട് വാഴയില അതിലിട്ടും. കാര്യം എളുപ്പം മൂത്ത് പോകാതിരിക്കാൻ വേണ്ടി, കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു വാഴയില വെക്കും. എന്നിട്ട് രണ്ടെണ്ണം എടുത്ത് വെച്ച് ചുട്ടെടുക്കുന്നതാണ്. പഴയ തവയുണ്ട്, ആ തവയിലാണ് വെക്കുന്നത്. തവയിൽ ഇങ്ങനെ വെച്ച് ഓട്ടട റെഡിയായി. സൂപ്പർ ടേസ്റ്റാണ്. നമ്മളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.